ഈശോയിൽ ഒരുപാട് സ്നേഹം നിറയെ ദൈവ കരുണയുടെ ഈ വർഷത്തെ തിരുനാള് നമ്മളെ സമീപിച്ചിരിക്കുകയാണ്. 2026 ഏപ്രിൽ മാസം 12 തീയതിയാണ്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന അടുത്ത ഞായറാഴ്ച ദൈവകരുണയുടെ മഹാതിരുനാളായി നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. 2000 ആണ്ടിലാണ് വിശുദ്ധ ജോൺ പോൾ പിതാവ് ദൈവകരുണയുടെ തിരുനാൾ സ്ഥാപിച്ചത്. ഈശോ നേരിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ട്, ഹോസിനാമയിലൂടെ ഈശോ നേരിട്ട് ആവശ്യപ്പെട്ടതുകൊണ്ട് സഭയിൽ സ്ഥാപിച്ച ഒരു തിരുനാളാണ് ദൈവകരുണയുടെ തിരുനാള്. കാരണം ഒരുപാട് വാഗ്ദാനങ്ങൾ ഈശോ ഈ തിരുനാളുമായി ബന്ധിപ്പിച്ച് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം, ആ ദിവസങ്ങളിൽ പ്രസാദപരത്തോടെ നമ്മളായിരിക്കണം. അതിനുശേഷം അന്ന് ദൈവകരുണയുടെ തിരുനാൾ ദിവസം പരിശുദ്ധ കുർബാന ഏറ്റവും യോഗ്യതയോടുകൂടി സ്വീകരിക്കണം. ഒരുപക്ഷെ അന്നേ ദിവസം നമുക്ക് സംസാരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ആ തിരുനാളിന് ഒരാഴ്ച മുമ്പോ ഒരാഴ്ചയ്ക്ക് ശേഷമോ എങ്കിലും നമ്മളൊന്ന് സംസാരിച്ച് പ്രസാദപര അവസ്ഥയിലായിരുന്ന് അന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. അങ്ങനെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരാത്മാവിന് ഈശോ വാഗ്ദാനം ചെയ്ത് ഇങ്ങനെയാണ്: വേറെ ഒരു മാമോദീസ മുങ്ങിയാൽ എന്നവണ്ണമുള്ള എല്ലാവിധ പ്രസാദപരങ്ങളും സകല പാപങ്ങളുടെയും കടങ്ങളുടെയും പരിപൂർണമായ മോചനവും കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സുവർണ അവസരം ദൈവം വെച്ച് നീട്ടിയിട്ട് നമുക്കൊരിക്കലും അതിൽ നിന്ന് ഓടി ഒളിക്കാതെ 100% ഈ കരുണയുടെ തിരുനാളിന് എല്ലാ ഫലങ്ങളും സ്വീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ: ആ ദിവസങ്ങളിൽ എന്തെങ്കിലും നമ്മൾ സംസാരിക്കണം. ഒരാഴ്ച മുമ്പോ ഒരാഴ്ചയ്ക്ക് ശേഷമോ നമ്മൾ സംസാരിക്കണം. പ്രസാദപരാവസ്ഥയിലായിരുന്ന് അന്നത്തെ ദിവസം മുഴുവൻ കുർബാനയിൽ പങ്കുകൊണ്ട് ആ ദിവസം ദൈവകരുണയുടെ തിരുനാൾ ദിവസം പരിപൂർണ യോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. അതിന് ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരി കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം. രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എന്നാണ് കരുണക്കൊന്ത ചൊല്ലി ഒത്തിരി പ്രാർത്ഥിക്കണം. കരുണയുടെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കണം. പരമാവധി സമയത്ത് കരുണയുടെ പ്രാർത്ഥന ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോ ആഗ്രഹിക്കുന്നത് എല്ലാ ഭവനങ്ങളിലും കരുണയുടെ ഛായാചിത്രം വണങ്ങപ്പെടണം. ആ ദിവസങ്ങളിൽ ആ ഛായാചിത്രം വണങ്ങി പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ ഹൃദയങ്ങളിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക് ദൈവകരുണ ഒരുപാട് ഒഴുകും. ഈശോ പറഞ്ഞിട്ടുണ്ട്, ഒരു പാപിയും എന്നെ സമീപിക്കാൻ ഭയപ്പെടാതിരിക്കട്ടെ. ഒരാൾ വലിയ പാപിയാണ് എന്നതിനർത്ഥം ഇത്രയേ ഉള്ളൂ: അയാൾക്ക് എന്റെ കരുണയ്ക്ക് കൂടുതൽ അർഹതയുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരാൾ സ്വയം ചിന്തിക്കുന്നുണ്ട്, ഞാൻ വലിയ പാപിയാണ്, ഞാൻ മഹാപാപിയാണ്, ഇനി രക്ഷയില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അയാളോട് ഈശോയ്ക്ക് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ: മോനെ, നീ വലിയ പാപിയാണെങ്കിൽ അതിനർത്ഥം മറ്റുള്ളവരെക്കാളും കൂടുതൽ നിനക്ക് എന്റെ കരുണയിൽ അവകാശമുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഒരു പാപിയും എന്റെ കരുണയുടെ കൂടാരത്തെ സമീപിക്കാൻ ഭയപ്പെടാതിരിക്കട്ടെ. ഒരു മനുഷ്യന്റെ പാപം, അത് ഏറ്റവും വലിയ പാപം ചെയ്ത വ്യക്തിയായാലും അതെന്തു തന്നെയായാലും, അതിരുടെ ജല കണികയോട് താതാത്മ്യപ്പെടുത്തുക പറ്റുമെങ്കിൽ എന്റെ കരുണ ഒരു സമുദ്രമാണ്. ഒരു ജലകണിക ഒരു സമുദ്രത്തിൽ വീണാൽ നമുക്കറിയാം അതൊന്നുമില്ല, അത് തീർന്നു പോകും. ഇതുപോലെ ദൈവകരുണയിൽ ആശ്രയിക്കുന്ന ഒരാത്മാവും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല. പരിപൂർണമായ പാപമോചനവും ശിക്ഷയിൽ നിന്നുള്ള മോചനവും ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കരുണയുടെ ചുമമാല നമ്മൾ ചൊല്ലി ഒത്തിരി പ്രാർത്ഥിക്കണം. അതേപോലെ കരുണയുടെ ചിത്രം സാധിക്കുന്നത്ര ഭവനങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും ഒക്കെ നമ്മൾ വണങ്ങി പ്രാർത്ഥിക്കണം. വീണ്ടും കരുണയുടെ പ്രവർത്തികൾ പരമാവധി ഈ ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. അതുമാത്രമല്ല, ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, കരുണയുടെ പ്രഘോഷകർക്ക് അവരെ എന്റെ തന്നെ മഹത്വമായി ഞാൻ അവരുടെ മരണവേളകളിൽ സംരക്ഷിക്കുമെന്ന്. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന വിധത്തിലൊക്കെ ഈ കരുണയെപ്പറ്റി നമുക്ക് പ്രഘോഷിക്കാം. പ്രത്യേകിച്ച് കരുണയുടെ തിരുനാളിനെ പറ്റി നമുക്ക് പ്രഘോഷിക്കാം. നമ്മുടെ ചുറ്റുമുള്ളവരോട്, നമ്മുടെ കുടുംബത്തിലുള്ളവരോട്, കൂട്ടുകാരോട് ഒക്കെ നമുക്കിത് പറയാം. ഈ ഒരു അവസരം ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ കരുണയുടെ കവാടത്തിലൂടെ കടക്കാൻ മടി കാണിക്കുന്ന ഒരാത്മാവ് എന്റെ നീതിയുടെ കവാടത്തിലൂടെ കടക്കേണ്ടി വരും. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഈശോയുടെ കരുണ സ്വീകരിക്കാൻ ഏറ്റവും മനോഹരമായ ദിവസം നമുക്ക് പ്രയോജനപ്പെടുത്താം. നമ്മുടെ പ്രിയപ്പെട്ടവരെയും അതിലേക്ക് ആകർഷിക്കാം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതങ്ങളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കുമൊക്കെ കർത്താവിന്റെ കരുണ ധാരാളമായി വർഷിക്കപ്പെടട്ടെ. നമ്മുടെ കർത്താവിശ്വമിശിഹയുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.